ഇസ്രയേലും പലസ്തീനും തമ്മിൽ ഒരാഴ്ച മുമ്പ് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടുകൊണ്ട് ഹമാസിന്റെ നേതൃത്വത്തിലും ഇസ്രായേലിന്റെ നേതൃത്വത്തിലും പരസ്പരം ആക്രമണങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 45 പേരാണ് കൊല്ലപ്പെട്ടത്. 2 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടു. ഒരുപക്ഷെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇത്രയും രൂക്ഷമായ ആക്രമണം നടക്കുന്നത് ഇപ്പോഴാണ്. ഇതിന് പ്രധാനമായിട്ടും ഇസ്രായേൽ പറയുന്നത് ഗസ ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ചില പ്രദേശങ്ങളിലേക്ക് ഹമാസ് കടന്നു കയറി ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. ഇത് ശരിയുമാണ്. കാരണം ഈ ഇസ്രായേൽ പിന്മാറിയ പല ഭാഗങ്ങളിലും ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകൾ കൈയടക്കുകയും അവിടെ വീണ്ടും ഭരണം സ്ഥാപിക്കാനായിട്ട് അല്ലെ അധികാരം സ്ഥാപിക്കാനായിട്ട് തോക്കുമായിട്ട് റോന്ത് ചുറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത് അംഗീകരിക്കില്ല. ഇതാണ് ഇസ്രായേൽ പറയുന്നത്. കാരണം പൂർണ്ണമായ ഹമാസിൻ്റെ നിരായുധീകരണം വേണം. ഇത് നടത്താതെ ഞങ്ങൾ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഗസയിലേക്ക് ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സമാധാന ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെടുന്നു എന്നാണ് അർത്ഥം. ഇസ്രായേൽ പറയുന്ന മറ്റൊരു ന്യായമുണ്ട്. കാരണം തങ്ങളുടെ ജീവനുള്ള 20 ബന്ദികളെ വിട്ടു നൽകണമെന്നുള്ള ആവശ്യം ഹമാസ് അംഗീകരിച്ചു, വിട്ടുതരികയും ചെയ്തു. പകരം ഓരോ ജീവനുള്ള ബന്ദിക്കും പകരം 15ഓളം ഡെഡ് ബോഡികളാണ് ഈ പറയുന്ന ഹമാസിന് വിട്ടുകൊടുത്തത്. അത്രത്തോളം ഡെഡ് ബോഡികൾ വിട്ടുകൊടുത്തെന്ന് മാത്രമല്ല, ഇനിയും നിരവധി മൃതദേഹങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അത് വിട്ടു തരണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ ഏതാണ്ട് 28 ബന്ദികളുള്ളതിൽ, അതായത് മരിച്ചുപോയി എന്ന് കരുതുന്ന 28 പേരിൽ 10 പേരുടെ മൃതശരീരങ്ങൾ മാത്രമേ വിട്ടു നൽകിയിട്ടുള്ളൂ. ബാക്കി 18 പേരുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകുന്നില്ല. അത് ഈ നേരത്തെ പറഞ്ഞ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ഇടപെട്ട് പ്രഖ്യാപിച്ച ഒരു ഉടമ്പടിയുണ്ട്. ഈ ഉടമ്പടിയുടെ ലംഘനമാണെന്ന് പറയുന്നു. ഇപ്പോൾ ഹമാസിനെ സംബന്ധിച്ച് ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ എവിടെയാണെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം ഗസയിലെ ഒട്ടുമിക്ക കെട്ടിടങ്ങളും പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞ് കോൺക്രീറ്റ് കൂമ്പാരങ്ങളായി മാറി. ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ വീണ്ടെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ തുർക്കി പറയുന്നു ഞങ്ങളുടെ സൈന്യത്തെ വിട്ടുതരാം, അവിടെ തെരച്ചിലിന് സഹായിക്കാമെന്ന് പറയുന്നു. ഇസ്രായേൽ പറയുന്നു അങ്ങനെ തുർക്കിയുടെ സഹായമൊന്നും വേണ്ട. അപ്പം ഇവിടെ തൊയ്ബ് എർദോഗൻ്റെ ചില നീക്കങ്ങൾ നടത്താനുള്ള ശ്രമവും കൃത്യമായിട്ട് നെതന്യാഹു തടയിടുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയം ഏതാണ്ട് അടുത്തിരിക്കുകയാണ്. നിലവിലെ ഈ സാഹചര്യത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ നെതന്യാഹുവിന് ജനങ്ങൾക്കുള്ള ആ വിശ്വാസം നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള നീക്കവും നെതന്യാഹു നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഗസയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് പറയാവുന്ന റഫയിൽ ആ ബോർഡർ ഇപ്പോൾ ഏതാണ്ട് ഇസ്രായേൽ അടച്ചിരിക്കുകയാണ്. കാരണം റഫ വഴിയാണ് ഇവിടേക്കുള്ള ഭക്ഷണം, മരുന്ന്, വെള്ളം, അവശ്യ വസ്തുക്കളെല്ലാം വരുന്നത്. അങ്ങനെ വിവിധ രാജ്യങ്ങളുടെ അല്ലെ UN-ൻ്റെയൊക്കെ തന്നെ അന്താരാഷ്ട്ര സഹായം ലഭിക്കുമ്പോൾ 600ഓളം ട്രക്കുകൾ ഒരു ദിവസം ഈ റഫ അതിർത്തി കടന്ന് ഗസയിലേക്ക് വരണം. എങ്കിൽ മാത്രമേ അവിടെയുള്ളവർക്ക് ഭക്ഷണം ലഭിക്കുകയുള്ളൂ. പക്ഷേ 600ഓളം ട്രക്കുകൾ വരേണ്ടതിൽ 10 ട്രക്കുകളെ മാത്രമാണ് ഇപ്പോൾ കടന്നു പോകാൻ ഇസ്രായേൽ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ തോതിൽ ജനങ്ങൾ ആഹാരത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടിയൊക്കെ ക്യൂ നിൽക്കുന്ന കാഴ്ചകളാണ്. ഇവരിൽ പലർക്കും കൃത്യസമയത്ത് ഭക്ഷണം കിട്ടാതെ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. അതായത് IDF ഇപ്പോൾ ആ മേഖലയെ ഒന്നാകെ ഏതാണ്ട് വളഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ ബന്ദികളെ ആദ്യം വിട്ടു നൽകണം, ഹമാസ് പൂർണ്ണമായിട്ടും ആയുധം വെച്ച് കീഴടങ്ങണം. പക്ഷേ ഇപ്പോഴും ഹമാസ് അതിനോട് യോജിച്ചിട്ടില്ല. കാരണം അവിടുത്തെ ചില ഗോത്ര വിഭാഗങ്ങൾ ഇപ്പോഴും അക്രമം നടത്തുന്നു. അവർക്കെതിരെ, അതായത് അത്തരത്തിലുള്ള ഭീകരപ്രവർത്തനം നടത്തുന്നുവെന്ന് അവർ ആരോപിക്കുന്ന ആ സംഘടനകൾ പിന്മാറുന്നതുവരെ ഞങ്ങൾ ആയുധം താഴെ വയ്ക്കില്ല. ഇതിനകത്ത് ഇസ്രായേലിൻ്റെ ചില തന്ത്രമുണ്ട്. കാരണം ഈ ഗസ മേഖലയിൽ നിരവധി ഗോത്ര വിഭാഗങ്ങളുണ്ട്. ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് ആയുധവുമൊക്കെ നൽകി, പണവുമൊക്കെ നൽകി ഹമാസിനെതിരായിട്ട് തിരിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭക്ഷണവും അവശ്യ വസ്തുക്കളുമൊക്കെ വരുന്ന ട്രക്കുകളിൽ ആദ്യത്തെ അവകാശം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞ് ഈ ഗോത്ര വിഭാഗക്കാർ ഇവിടേക്ക് ചാടി വീഴുന്നത്. അവർക്ക് IDF-ൻ്റെ പരോക്ഷമായ പിന്തുണയുമുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഹമാസിൻ്റെ നീക്കം അല്ലെ ഹമാസിനെ ഇനി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാതെ ഇസ്രായേൽ പിന്മാറില്ല. അപ്പം 48 മണിക്കൂറായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കാമെന്നൊക്കെ പറഞ്ഞു. ആ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, ഒരാഴ്ച നീണ്ടു നിന്നു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും
ഹമാസും ഈ വെടിനിർത്തൽ ലംഘിച്ചു, ഇസ്രായേലും വെടിനിർത്തൽ ലംഘിച്ചു. ഇതിൻ്റെ കാരണം ഇസ്രായേൽ പറയുന്നത് ആ ഉടമ്പടി പ്രകാരം ഞങ്ങളുടെ ബന്ദികളെ പൂർണ്ണമായിട്ടും വിട്ടു നൽകുന്നില്ല. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ട് മധ്യസ്ഥതയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് JD വാൻസിനെ ഈ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് അയക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ പലസ്തീൻ എംബസി പറഞ്ഞത് ഈ ഗസയിലേക്ക് ആളുകൾക്ക് തിരിച്ചു വരാം. അതായത് ഇവിടുന്ന് പലായനം ചെയ്തു പോയ ആൾക്കാരുണ്ട്, അവർക്കെല്ലാം റഫ വഴി ഇങ്ങോട്ടേക്ക് കടന്നു വരാം. തിങ്കളാഴ്ച ഈ റഫയിലെ അതിർത്തി അല്ലെങ്കിൽ ഈ ബോർഡർ എന്ന് പറയുന്ന മേഖല തുറക്കുമെന്ന് പറയുന്നു. ഇസ്രായേൽ പറയുന്നു ഒരു കാരണവശാലും തുറക്കില്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഇങ്ങോട്ടേക്ക് ട്രക്കുകൾ കടന്നു വരാൻ അനുവദിക്കില്ല, പലായനം ചെയ്തു പോയ ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ പലസ്തീൻകാർ പലായനം ചെയ്തവരൊക്കെ തിരിച്ചു വരുന്നുണ്ടെങ്കിലും ഇവർക്ക് താമസിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. കാരണം ഗസയിൽ 10 ബിൽഡിംഗ് അല്ലെ 10 വീടുകളുണ്ടെങ്കിൽ അതിൽ 9ഉം താമസിക്കാൻ കഴിയാത്ത രീതിയിൽ ഭാഗികമായോ പൂർണ്ണമായോ തകർന്ന അവസ്ഥയിലാണ്. ഇവർ ടെൻറ്റുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ വലിയ തോതിൽ പണം ഒഴുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. വെടിവെച്ചതാണെന്ന് IDF സമ്മതിച്ചു. അങ്ങനെ 13 പേരാണ് ഒരു കുടുംബത്തിൽ നിന്ന് കൊല്ലപ്പെട്ടത്. അങ്ങനെ 45 പേര് ഈ 48 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇതിന് ഇസ്രായേൽ കൃത്യമായിട്ട് ന്യായം പറയുന്നുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ഈ പറയുന്ന വെടിനിർത്തൽ കരാർ അതല്ലെങ്കിൽ യുദ്ധം താൽക്കാലികമായി നിർത്തുന്ന ഈ പ്രഖ്യാപനം, ഇതിൻ്റെ ഭാഗമായിട്ട് ബന്ദികളുടെ മോചനം ഇപ്പോഴും ഹമാസ് പൂർത്തീകരിച്ചിട്ടില്ല. 20 ജീവനുള്ള ബന്ദികളെ വിട്ടുകിട്ടി. പക്ഷേ ഇപ്പോഴും 28 ബന്ദികളുടെ കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ 9 മൃതദേഹങ്ങളാണ് വിട്ടു നൽകിയത്. അതിൽ കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം കൂടെ വിട്ടു നൽകി. അത് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു. അങ്ങനെ 10 മൃതശരീരങ്ങൾ വിട്ടു നൽകി. അങ്ങനെയാണെങ്കിൽ ഇനി 18 മൃതദേഹങ്ങൾ എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഹമാസ് തിരിച്ചു പറയുന്നത് ഇസ്രായേലിൻ്റെ കൈവശം ഏതാണ്ട് 730ഓളം പലസ്തീൻകാരുടെ മൃതദേഹങ്ങളുണ്ട്, അത് വിട്ടു നൽകണമെന്നാണ് പറയുന്നത്. മാത്രമല്ല ആ മൃതദേഹങ്ങളോട് ഇസ്രായേൽ സൈന്യം അനാദരവ് കാണിക്കുന്നു എന്നും ഹമാസ് ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും തെളിവുകളില്ല. എന്തായാലും ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഗസയിലേക്ക് പലസ്തീൻകാർക്ക് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ റഫ അടച്ചിരിക്കുകയാണ്. റഫയിൽ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം വരുത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നു. അപ്പം ആക്രമണം നടത്തിയതിന് ശേഷം വീണ്ടും അമേരിക്ക ഇടപെട്ടു. തുടർന്ന് ഇസ്രായേൽ പറഞ്ഞു ശരി ആ കരാർ നമുക്ക് തുടരാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കരാർ തുടരാനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും റഫ അതിർത്തിയിൽ ആക്രമണ സാധ്യത നിലനിൽക്കുന്നു. കാരണം IDFൻ്റെ വലിയൊരു സാന്നിധ്യം അവിടെയുണ്ട്. കൂടാതെ നേരത്തെ ഈ ഇസ്രായേൽ സഹായിക്കുന്ന ഗോത്ര വിഭാഗക്കാർ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹമാസ് പറയുന്നത് ഞങ്ങൾ ആയുധം താഴെ വെച്ചാൽ പലസ്തീൻകാർ സുരക്ഷിതരാകുമെന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി അവിടെയുള്ള ഈ ചെറിയ ചെറിയ സംഘടനകളുണ്ട്, ആ സംഘടനകളുമായി ഞങ്ങൾ കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ആയുധം താഴെ വെക്കൂ. അപ്പം ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഇനി കനത്ത വ്യോമാക്രമണം തുടരും. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഈ കരാർ ലംഘിക്കാനാണ് തീരുമാനമെങ്കിൽ ഇസ്രായേലിന് ഈ ഗസയിൽ വീണ്ടും ആക്രമണം നടത്താനുള്ള അനുമതി നൽകും. കൂടാതെ അമേരിക്കയും ഈ ആക്രമണത്തിൽ പങ്കെടുക്കും. അപ്പോൾ വീണ്ടും ഈ അഭയാർത്ഥികളായി പോയ ആൾക്കാർ ഈ പലസ്തീൻകാർ തിരിച്ചു വന്നു. ഗസയിൽ പലയിടത്തും ടെൻറ്റുകൾ ഇവർ താമസിക്കുന്നു. ഇവിടെ വീണ്ടും ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഹമാസിന് വീണ്ടും ഇരവാദം ഉന്നയിക്കാം. അതുകൊണ്ടാണ് ഹമാസ് ഇത്തരത്തിലൊരു തന്ത്രം സ്വീകരിക്കുന്നത്. ഇതിനിടയിൽ ഈജിപ്തിലേക്ക് അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന റഫയിലൂടെ വാഹനങ്ങൾ കടന്നു വരുന്നില്ല അല്ലെ കടത്തിവിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലോകത്തിന് മുന്നിൽ ഒരു വലിയ ഇരവാദം ഇപ്പോൾ വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ പറഞ്ഞു ഇത്തരത്തിലൊരു ആക്രമണം ഹമാസ് നടത്തിയിരുന്നു. എന്തിനാണ് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചിട്ടും ഹമാസ് ഈ ആക്രമണം നടത്തിയത്? അപ്പോൾ അവരുടെ നിരായുധീകരണം നടക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ട്രക്കുകൾ കടന്നു പോകാൻ അനുവദിക്കില്ല. അപ്പം ആഹാരവും മരുന്നും അതുപോലെ തന്നെ വെള്ളവും ഒക്കെയായിട്ട് അവശ്യ വസ്തുക്കളുമായിട്ട് വരുന്ന ട്രക്കുകളെല്ലാം തന്നെ ഈ ഈജിപ്തിൻ്റെ അതിർത്തിയിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവയെ കടത്തിവിടണമെങ്കിൽ ഇസ്രായേൽ അനുമതി നൽകിയേ പറ്റുള്ളൂ. ഇസ്രായേൽ ഇപ്പോൾ ഏതാണ്ട് രണ്ടും കൽപ്പിച്ച. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 20 ജീവനുള്ള ബന്ദികളെ വിട്ടുകിട്ടണമെന്നായിരുന്നു പ്രധാന ആവശ്യം. അത് സാധിച്ചു കഴിഞ്ഞു. അതിന് പകരമായിട്ട് ഈ പലസ്തീൻകാരെയും വിട്ടുകൊടുത്തെങ്കിലും ഇനി ജീവനുള്ള ആരും ഈ ഹമാസിൻ്റെ കൈവശമില്ല എന്നതിനാൽ രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ ഒരു ആക്രമണം നടത്താനുള്ള സാഹചര്യം തള്ളിക്കളഞ്ഞുകൂടാ. അത് ഹമാസ് വല്ലാതെ ഭയപ്പെടുന്നു. മാത്രമല്ല ഹമാസിന് ഇപ്പോൾ പഴയതുപോലെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടുന്നില്ല. മാത്രമല്ല അറബ് രാജ്യങ്ങളുടെ വലിയ പിന്തുണയും ലഭിക്കുന്നില്ല. അപ്പോൾ അവശേഷിക്കുന്ന ഹമാസുകാർ ഈ മടങ്ങി വന്ന പലസ്തീൻകാരെ മുന്നിൽ നിർത്തി വീണ്ടും പോരാട്ടത്തിനിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്
ഗോത്രവിഭാഗക്കാരെ മുൻനിർത്തിക്കൊണ്ട് ഇസ്രയേൽ പുതിയ തന്ത്രം പയറ്റുന്നത്. എന്തായാലും പലസ്തീനിലേക്കുള്ള എല്ലാ സേവനങ്ങളും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഞങ്ങൾ വെച്ചിരിക്കുകയാണെന്ന് നെതന്യാഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ഈജിപ്തിൻ്റെ ചില ശ്രമങ്ങൾ, അല്ലെങ്കിൽ ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ പരിശ്രമങ്ങളുണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടി. പക്ഷേ ഒന്നും നടക്കുന്ന ലക്ഷണമില്ല. എന്തായാലും ഈ വെടിനിർത്തൽ കരാറിൻ്റെ രണ്ടാം ഘട്ട ചർച്ചകൾ ഇന്ന് പുനരാരംഭിക്കേണ്ടതാണ്. അതിനാണ് JD വാൻസ് വരുന്നത്. ഈ രണ്ടാം ഘട്ട ചർച്ചയിൽ ഇസ്രായേൽ പ്രധാനമായും ഉയർത്തിപ്പിടിക്കുന്ന കാര്യം നിരായുധീകരണം തന്നെയാണ്. അതായത് ഹമാസ് പൂർണ്ണമായും ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങണം. പലസ്തീൻ അതോറിറ്റിയും നേരത്തെ ഇക്കാര്യം പറഞ്ഞതാണ്. ഇത്തരമൊരു ആവശ്യത്തോട് ഈ ഹമാസ് അനുകൂലിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ആക്രമണം ഇനിയും തുടരാം എന്ന് പറഞ്ഞാൽ ഗസയിൽ വീണ്ടും വെടിയുച്ചകൾ മുഴങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഈ വെടിനിർത്തൽ കരാർ എന്നേക്കുമായിട്ട് അവസാനിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ റഫേൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഗസയിലെ ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലേക്ക് പോവുകയാണ്. ആഹാരവും മരുന്നുമില്ലാതെ കൊച്ചുകുട്ടികളും സ്ത്രീകളും അടക്കം ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തായാലും 2 വർഷം മുമ്പ് നടത്തിയ യുദ്ധത്തിലൂടെ 67,000-ത്തിലധികം പലസ്തീനികൾക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിന് കാരണക്കാർ ഹമാസ് ആണെന്ന് പറഞ്ഞ് പലസ്തീൻ ജനതയും ഇപ്പോൾ ഹമാസിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹമാസിൻ്റെ നീക്കം, അല്ലെങ്കിൽ അവരുടെ അടുത്ത തന്ത്രം എന്നുള്ളത് വളരെ നിർണായകമാണ്. രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന ഇസ്രായേലിന് മുന്നിൽ ഇനി ഹമാസിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.